നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഭരിക്കുന്നവർ തന്നെ ഭരണലംഘനം നടത്തുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ UDF നടത്തുന്ന ഉത്തരമേഖലാ ജാഥയ്ക്ക് കാസർഗോഡ് തുടക്കമായി. യുവമോർച്ച ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. സംസ്ഥാനത്ത് സ്തംഭിച്ച റേഷൻ വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യം. കലയുടെ മാമാങ്കത്തിന് ഫെബ്രുവരി 15-ന് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കമാകും. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന പാൽവില വർധനവിൽ പ്രതിഷേധം. മഹിളാ മോർച്ച പ്രവർത്തകർ കാസർഗോഡ് ടൗണിൽ കട്ടൻ ചായ വിതരണം ചെയ്ത് പ്രതിഷേധ സമരം നടത്തി. ദേശീയ രംഗത്ത് ഇന്ത്യയുടെ അന്തസ്സുയർത്തിയ നയതന്ത്രജ്ഞനെയാണ് മരണത്തിലും മോദി സർക്കാർ അപമാനിച്ചതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇ അഹമ്മദും ഷംനാടും അത്യുത്തര കേരളത്തിന്റെ തീരാ നഷ്ടമാണെന്ന് ചെർക്കളം അബ്ദുള്ള. മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിൽ യോഗത്തിന്റെ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഭരിക്കുന്നവർ തന്നെ ഭരണലംഘനം നടത്തുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ UDF സംഘടിപ്പിച്ച മേഖലാ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നുവെന്നാരോപിച്ചാണ് UDFന്റെ നേതൃത്വത്തിൽ മേഖലാ ജാഥ സംഘടിപ്പിക്കുന്നത്. KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ നയിക്കുന്ന ഉത്തരമേഖലാ ജാഥ കാസർഗോഡ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് പിണറായി മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ 4 പേർ ഇതിനകം കൊലപാതകത്തിനിരയായി. കണ്ണൂർ ജില്ലയിൽ മാത്രം 8 ആളുകൾ മരിച്ചു എന്നാണ് എന്റെ അറിവ്. ഇന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഈ ജാഥ ഞങ്ങൾ ആരംഭിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഹർത്താൽ ആചരിക്കുകയാണ്. അവിടെ ഒരു കൊലപാതകം BJP-കാരൻ കൊലപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സമാധാനം ഉണ്ടാക്കേണ്ടവർ, ഭരണനിരിക്കുന്ന ഭരണകക്ഷി തന്നെ സമാധാന ലംഘനം നടത്തുകയും അക്രമത്തെ പ്രേരിപ്പിക്കുകയും അക്രമത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പരിപാടിയിൽ ചെർക്കളം അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മുൻ MP അബ്ദുള്ളക്കുട്ടി, CP ജോൺ, മുൻ മന്ത്രി KP മോഹനൻ, KPCC സെക്രട്ടറി ശരത് ചന്ദ്ര പ്രസാദ്, PB അബ്ദുറസാഖ് MLA, NA നെല്ലിക്കുന്ന് MLA, ഹക്കീം കുന്നിൽ തുടങ്ങിയവർ പങ്കെടുത്തു. യുവമോർച്ച ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ റേഷൻ വിതരണം സ്തംഭിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ച് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായും നിലച്ച സാഹചര്യത്തിലും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മുൻഗണനാ പട്ടിക സംസ്ഥാന സർക്കാർ പരിഗണിച്ചിട്ടില്ല. കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയ അരി ഗോഡൌണിൽ കെട്ടിക്കിടക്കുകയാണ്. എന്നാൽ ഇത് ജനങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇത്തരമൊരവസ്ഥയ്ക്ക് കാരണം. ഇതിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ച മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. 45% ഇന്നും കേരളത്തിലെ ജനങ്ങൾ അനർഹരായിട്ടുള്ളവരാണ് ഈ റേഷൻ സമ്പ്രദായം സ്വീകരിക്കുന്നുള്ളത്. ഇത് പ്രകാരം എടുത്തു നോക്കിയാൽ ഇത് വലിയൊരു കരിഞ്ചന്തയ്ക്കും അതുപോലെ വലിയൊരു അഴിമതിക്കും കാരണമാകുന്ന കാര്യമാണ്. കാരണം നമുക്ക് യാതൊരു തരത്തിലുള്ള ഭക്ഷ്യസുരക്ഷയും ഇതിന്റെ പേരിൽ ലഭിക്കുവാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന സമയങ്ങളിൽ പൂർണ്ണമായും കുറ്റമറ്റ രീതിയിൽ അർഹതപ്പെട്ടവർക്ക് മാത്രം അരി നൽകുക, അർഹതപ്പെട്ടവർക്ക് മാത്രം കൂടുതൽ അരി നൽകുക എന്ന നിയമം വരുന്ന ഭക്ഷ്യഭദ്രതാ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് വീഴ്ച വരുത്തുമ്പോൾ, അല്ലെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി തങ്ങൾക്ക് കഴിയാതെ വരുമ്പോൾ അത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ മാന്യന്മാരായി നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കറന്തക്കാട് നിന്നും ആരംഭിച്ച മാർച്ചിൽ മണ്ഡലം സമിതി പ്രസിഡന്റ് അവിനാഷ് റൈ അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ഹരീഷ് നാരമ്പാടി, അഞ്ജു ജോസ്, സുജിത്, കീർത്തൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് ഫെബ്രുവരി 15 തുടക്കമാകും. പൂവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന കലാമാമാങ്കം എഴുത്തുകാരൻ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. 150ഓളം കോളേജുകളിൽ നിന്നായി 5000ഓളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. ഫെബ്രുവരി 15 മുതൽ 19 വരെ പൂവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം നടക്കുന്നത്. 15-ന് സ്റ്റേജിതര മത്സരങ്ങളുടെ ഉദ്ഘാടനം എഴുത്തുകാരൻ ടി പത്മനാഭൻ ഔപചാരികമായി നിർവഹിക്കുന്നതോടെയാണ് 5 ദിവസം നീണ്ടുനിൽക്കുന്ന കലാമാമാങ്കത്തിന് തിരിതെളിയുന്നത്. കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം 17-ന് ദേവസ്വം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 150ഓളം കോളേജുകളിൽ നിന്നായി 5000ഓളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ഇത്തവണ അതിന് വിപരീതമായിട്ട് മൊത്തം, അതായത് 5 ദിവസത്തെ പരിപാടി, സ്റ്റേജ് ഐറ്റംസ്, ഓഫ് സ്റ്റേജ് ഐറ്റംസ് എല്ലാം കോളേജിൽ തന്നെയാണ് നടത്തപ്പെടുന്നത്. ഫെബ്രുവരി 15 മുതൽ 15, 16, 17, 18, 19 അങ്ങനെ 5 ദിവസം. ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഓഫ് സ്റ്റേജ് ഐറ്റംസ്, അത് കഴിഞ്ഞ് 6 സ്റ്റേജുകളിലായിട്ടുള്ള സ്റ്റേജ് ഐറ്റംസ്, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കോളേജിൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊരു, അതായത് 150ഓളം കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 150ഓളം കോളേജുകളിൽ നിന്ന് നമ്മളെ കോളേജിന് തിരഞ്ഞെടുത്തതിന് കോളേജിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ കലോത്സവം 15-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഓഫ് സ്റ്റേജിൻ്റെ ഉദ്ഘാടനം എന്ന രീതിയിൽ തീരുമാനിച്ചിരിക്കുന്നത്. 10 മണിക്ക് പ്രശസ്ത എഴുത്തുകാരൻ ടി പത്മനാഭനാണ് ഈ ഓഫ് സ്റ്റേജ് ഉദ്ഘാടനം നിർവഹിക്കുന്നതെന്നാണ് സൂചിപ്പിക്കുക. അതിൻ്റെ മുഖ്യ അതിഥിയായി PV ഷാജികുമാറും കൂടി ആ കലോത്സവത്തിൽ ഭാഗമായി പങ്കെടുക്കുമെന്നാണ് സൂചിപ്പിക്കുക. ഇതിൻ്റെ സമാപന സമ്മേളനം, ഓഫ് സ്റ്റേജിൻ്റെ സമാപന സമ്മേളനം 16-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ SFI ജില്ലാ സെക്രട്ടറി B വൈശാഖ്, ജില്ലാ പ്രസിഡന്റ് K മഹേഷ്, യൂണിവേഴ്സിറ്റി ചെയർമാൻ MK വിഷ്ണു, ജനറൽ സെക്രട്ടറി ജിൽമി വർഗീസ്, K രഹിൽ, OM വിനോദ്, ശരത് K ശശി തുടങ്ങിയവർ സംബന്ധിച്ചു. പാൽവില വർധനയിൽ പ്രതിഷേധിച്ച മഹിളാ മോർച്ച പ്രവർത്തകർ കട്ടൻ ചായ വിതരണം ചെയ്ത് പ്രതിഷേധിച്ചു. പരിപാടി BJP ജില്ലാ പ്രസിഡന്റ് K ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന പാൽവില വർധനവിൽ പ്രതിഷേധിച്ചാണ് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കാസർഗോഡ് കട്ടൻ ചായ വിതരണം ചെയ്തത്. യാത്രക്കാർക്ക് കട്ടൻ ചായ വിതരണം നടത്തി BJP ജില്ലാ പ്രസിഡന്റ് K ശ്രീകാന്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച സംസ്ഥാന സമിതി അംഗം അനിത R നായക്, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജനനി, മധൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ, സുധാമ ഗോസാഡ, PR സുനിൽ, B രത്നാവതി, ശ്രീലത, അഞ്ജു ജോസ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ദേശീയ രംഗത്ത് ഇന്ത്യയുടെ അന്തസ്സുയർത്തിയ നയതന്ത്രജ്ഞനെയാണ് മരണത്തിലും മോദി സർക്കാർ അപമാനിച്ചതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫാസിസം മരണക്കിടക്കയിലും എന്ന വിഷയത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവെയായിരുന്നു മോദി സർക്കാരിനെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനം നടത്തിയത്. വാജ്പേയിയുടെ ഭരണകാലത്ത് പോലും ഐക്യരാഷ്ട്രസഭയിലേക്ക് 6 തവണ പോയത് അഹമ്മദ് സാഹിബ് ആയിരുന്നു എന്ന് ഓർക്കുമ്പോൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ മികവും ടാലൻറ്റും ഇന്ത്യ അംഗീകരിച്ചു എന്നുള്ള തെളിവായിരുന്നു. ഇന്ത്യ രാജ്യത്തിൻ്റെ പല നയതന്ത്ര തീരുമാനങ്ങളും എടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ശുഷ്കാന്തിയും, അതുപോലെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഫലസ്തീൻ പോലുള്ള രാജ്യങ്ങളിൽ അദ്ദേഹം ഇന്ത്യയുടെ നിലപാടുമായി ലോകശ്രദ്ധ നേടിയത് ഏറെ ചർച്ചയായിരുന്നു നമുക്കറിയാം. പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെറുക്കളം അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MC കമറുദ്ദീൻ, മുൻ DCC പ്രസിഡന്റ് CK ശ്രീധരൻ, മുൻ MLA CH കുഞ്ഞമ്പു, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT അഹമ്മദ് അലി, വെള്ളൂർ വിജയൻ, MLAമാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. E അഹമ്മദിന്റെയും ഹമീദ് അലി ഷംനാടിന്റെയും വേർപാട് അത്യുത്തര കേരളത്തിന്റെ തീരാ നഷ്ടമാണെന്ന് ചെർക്കളം അബ്ദുള്ള. മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിൽ യോഗത്തിൽ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിൽ നടത്തിയ E അഹമ്മദ് ഹമീദ് അലി ഷംനാട് അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള. വികസനക്ഷേമ കാരുണ്യ പ്രവർത്തനങ്ങളിൽ കാസർഗോഡ് ജില്ലയ്ക്ക് കൈത്താങ്ങായ നേതാക്കളായിരുന്നു E അഹമ്മദും ഷംനാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1960
നാദാപുരത്ത് മത്സരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് തീരുമാനിച്ചു. മലയാള ഭാഷ ശരിക്കും സംസാരിക്കാൻ അറിയാത്ത ശിവനാട് സാഹിബ് നാദാപുരത്ത് പോയ കഥ പലപ്പോഴായി പറയാറുണ്ട്. ഈയിടെ ഒരു ദിവസം വളരെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, നാദാപുരത്ത് ഞാൻ മത്സരിക്കാൻ പോയപ്പോൾ നാദാപുരത്ത് ഒരു വോട്ടർക്കും എന്നെ അറിയില്ല, ഒരു വോട്ടറെ എനിക്കും അറിയില്ല, പക്ഷേ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ ഞാൻ ജയിച്ചു എന്നാണ് പറഞ്ഞത്. ഇ അഹമ്മദ് അനുസ്മരണം ജില്ലാ വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്ററും ഹമീദ് അലി ഷംനാട് അനുസ്മരണം ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഇ അബ്ദുള്ളയും നടത്തി. പരിപാടിയിൽ സി ടി അഹമ്മദ് അലി, ജില്ലാ ജനറൽ സെക്രട്ടറി എം സി ഖമറുദ്ദീൻ, എ അബ്ദുറഹ്മാൻ, കലക്ടർ മാഹിൻ ഹാജി, എൻ എ നെല്ലിക്കുന്ന് എം എൽ എ തുടങ്ങിയവർ സംബന്ധിച്ചു. ചെമ്പരിക്ക ഖാസി സി എം അബ്ദുള്ള മൗലവിയുടെ കൊലപാതകം നടന്നിട്ട് ഫെബ്രുവരി 15-ന് 7 വർഷം പൂർത്തിയാകുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നീതി നിഷേധത്തിനെതിരെ SKSSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഫെബ്രുവരി 15-ന് മനുഷ്യാവകാശ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. കാസർഗോഡ് കോൺഫറൻസ് ഹാളിൽ ഫെബ്രുവരി 15-ന് സമ്മേളന പരിപാടി സംഘടിപ്പിക്കും. സാധാരണ മനുഷ്യന്റെ ജീവന് നൽകുന്ന വില പോലും ഏവരും ആദരിക്കുന്ന ചെമ്പരിക്ക ഖാസിയുടെ ജീവന് ഇവിടുത്തെ ഭരണകൂടവും അന്വേഷണ ഏജൻസിയും നൽകുന്നില്ലെന്ന് SKSSF നേതാക്കൾ ആരോപിച്ചു. ഖാസിയുടെ കൊലപാതകം നടന്നിട്ട് ഫെബ്രുവരി 15-ന് 7 വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് SKSSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നീതി നിഷേധത്തിനെതിരെ മനുഷ്യാവകാശ സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളന പരിപാടിയിൽ വിവിധ നേതാക്കൾ പങ്കെടുക്കും. രണ്ടാമത്തെ അന്വേഷണം നടന്നത് ഒരു സ്പെഷ്യൽ ടീമിനല്ല, CBI ഡയറക്ടർ മറ്റു ചില കേസുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ ഈ ചുമതലയും കൂടി നൽകി തൽക്കാലം ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് CBIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തികച്ചും ഒരു പ്രഹസനവും ആരുടെയോ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയുമാണ് ആ അന്വേഷണം നടന്നത് എന്നും അവസാനിപ്പിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ SKSSF നടത്തുന്ന മനുഷ്യാവകാശ സമ്മേളനം, അതിൽ സംഘടന വ്യക്തമായ ചില നയങ്ങളും തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. അത് ഈ സമ്മേളനത്തിൽ സമസ്തയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ SKSSFിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളും നിയമവിദഗ്ധരും മനുഷ്യാവകാശ സംഘടനകളുടെ നേതാക്കളുമൊക്കെ ആ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി JDR, ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ദാരിമി, ഹാരിസ് ദാരിമി, സുഹൈർ അസ്ഹരി തുടങ്ങിയവർ സംബന്ധിച്ചു. പുരന്ദരദാസ സംഗീത കലാമന്ദിരത്തിന്റെ 13ാമത് സംഗീത ആരാധനോത്സവം സമാപിച്ചു. കാസർഗോഡ് വെങ്കട്ടരമണ ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടന്ന കലാവിരുന്നിന് നിരവധി പേർ സാക്ഷികളായി. പുരന്ദരദാസ സംഗീത കലാമന്ദിരത്തിന്റെ 13ാമത് സംഗീത ആരാധനോത്സവത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 12-ന് നടന്ന പരിപാടിയിൽ സംഗീത വിദ്വാൻ M ബാലസുബ്രഹ്മണ്യ ശരലയുടെ നേതൃത്വത്തിൽ വിളക്ക് തെളിയിച്ചതോടെ പരിപാടിക്ക് തുടക്കമായി. വിദ്വാൻ പ്രൊഫസർ KV രമണൻ പഞ്ചരത്ന കീർത്തന ആലാപനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് അജയൻ നമ്പൂതിരി സംഗീതാരാധനയും പാലക്കാട് സുബ്രഹ്മണ്യൻ വയലിനും ഗുരുവായൂർ സനോജ് മൃദംഗവും വായിച്ചു. വിവിധങ്ങളായ പരിപാടികളാണ് അരങ്ങേറിയത്. ഫെബ്രുവരി 10-ന് ആരംഭിച്ച പരിപാടി ഫെബ്രുവരി 12-ന് സമാപിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന കാസർഗോഡ് കോഓപ്പറേറ്റീവ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ നായർക്ക് യാത്രയയപ്പ് നൽകി. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ സംഘങ്ങളിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണ വോർക്കുട്ലോ സർവീസിൽ നിന്നും വിരമിക്കുന്ന കാസർഗോഡ് കോഓപ്പറേറ്റീവ് അസിസ്റ്റന്റ് രജിസ്ട്രാർ സുരേന്ദ്രൻ നായർക്ക് ഉപഹാരം നൽകി.
പിരിഞ്ഞു പോകുന്ന സുരേന്ദ്ര സാറെന്ന് പറയുന്നത് വിശ്വസിക്കാറില്ല. കാരണം ഓൾഡ് യങ് മാൻ 56 വർഷത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനാണ് കിട്ടുന്നത്. ഞാനൊക്കെ ആദ്യം കാണുമ്പോൾ ഇത് കുറേ വർഷം കാസർഗോഡ് രക്ഷപ്പെട്ടു പോകുന്നില്ല. കെ തമ്പാൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ബാങ്ക് സെയിൽ ഓഫീസർ ഭാസ്കരൻ, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ദിവാകരൻ, വിനോദ് കുമാർ, ശോഭന കെ, ശോഭ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി DN രാധാകൃഷ്ണൻ, കെ കുഞ്ഞിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെർക്കള കല്ലടുക്ക റോഡ് മെക്കാടം പദ്ധതി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് PWD ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. DYFI ബദിയടുക്ക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. ചെർക്കള കല്ലടുക്ക റോഡിന്റെ മെക്കാടം പദ്ധതി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് DYFI ബദിയടുക്ക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കർണാടകയെ ബന്ധിപ്പിക്കുന്ന ഈ പാത പൊട്ടിപ്പൊളിഞ്ഞിട്ട് വർഷങ്ങളായി എന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. മാർച്ച് K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFI ഇതിനു മുമ്പും പ്രതിഷേധങ്ങളും പരിപാടികളും എല്ലാം സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം 30 കോടി രൂപ ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മാറ്റിവെച്ചിട്ടും ഇതിന്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സ്ഥലം MLA എന്നതിൽ ആത്മാർത്ഥമായ ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഫണ്ട് അനുവദിച്ചിട്ടും ഈ റോഡിന്റെ പണി അനിശ്ചിതമായി നീണ്ടുപോകാൻ ഒരു പ്രധാനപ്പെട്ട കാരണം. സുബൈർ B മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. PWD ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ബ്ലോക്ക് സെക്രട്ടറി നസറുദ്ദീൻ വളങ്കര, ജഗന്നാഥ ഷെട്ടി, പ്രകാശ് അമ്മണ്ണായ, രഞ്ജിത്ത് പൊയ്യക്കണ്ടം തുടങ്ങിയവർ സംബന്ധിച്ചു. ചെറുവത്തൂരിൽ ജാഗ്രതാ സമിതികൾ എന്തിന് എന്ന വിഷയത്തിൽ ബോധവൽക്കരണം നടത്തി. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയായിരുന്നു സംഘാടകർ. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ബോധവൽക്കരണം നടന്നത്. സാമൂഹ്യ പ്രവർത്തകയും ചരിത്ര ഗവേഷണ കൗൺസിൽ അംഗം കൂടിയായ SN സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. കുടുംബ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞത് നല്ല കുടുംബജീവിതം ഉണ്ടെന്നാണ്. അപ്പൊ പറഞ്ഞു കുടുംബ പ്രശ്നങ്ങളുണ്ട്. ശരി, അടുത്തതായിരുന്നു പുരുഷന്റെ അതേ സ്വാതന്ത്ര്യമില്ല അല്ലേ? ചെറിയ മക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒന്ന് ഉഷാറായിട്ട് പറയണോ? ഇല്ല, ശരി, അതില്ല. പിന്നെന്തുണ്ട്? പിന്നെന്തൊക്കെയാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷനായിരുന്നു. ജാഗ്രതാ സമിതികൾ എന്തിന് എന്ന വിഷയത്തെ അധികരിച്ചും ഉദ്ഘാടകയായ SN സന്ധ്യ സംസാരിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം കമ്മിറ്റി ചെയർപേഴ്സൺ മാധവി കൃഷ്ണ സ്വാഗതവും ICDS സൂപ്പർവൈസർ M ശാരി നന്ദിയും പറഞ്ഞു. ഗുണമേന്മ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി നീലേശ്വരത്ത് രക്ഷാകർതൃ ശാക്തീകരണം സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ പങ്കെടുപ്പിച്ചായിരുന്നു ശാക്തീകരണം. നഗരസഭയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷാകർത്താക്കളെ പങ്കെടുപ്പിച്ചാണ് ശാക്തീകരണ പരിപാടി നീലേശ്വരത്ത് നടന്നത്. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ അവകാശ നിയമം അനുശാസിക്കുന്ന തരത്തിൽ എല്ലാവർക്കും ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യപ്രാപ്തിക്കായി നിരവധി ഇടപെടലുകളാണ് BRC നടത്തിവരുന്നത്. ശാരീരികവും മാനസികവുമായ പരിമിതികൾ നേരിടുന്ന കുട്ടികൾ നാം ലക്ഷ്യം വയ്ക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാതെ വരുന്നു. തൻ്റെ കുട്ടികളിൽ മറഞ്ഞിരിക്കുന്ന സകല കഴിവുകളും തിരിച്ചറിയുകയും അത് കാഴ്ചയുടെ ലോകത്തേക്ക് കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠന പിന്തുണ നൽകുന്നതിനും രക്ഷിതാക്കളെ പ്രാപ്തരാക്കുകയാണ് ഈ പരിശീലന പരിപാടിയുടെ ലക്ഷ്യം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. BRCയിലെ റിസോഴ്സ് ടീച്ചർമാരായ ലേഖ, ദിവ്യ, രേഷ്മ, മരിയ എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. പഴമ ഉണർത്തുന്നു പഴയകാല കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മകൾ. പൊള്ളക്കടയിലെ നാരായണൻ ആചാര്യ ഒരുക്കിയ പ്രദർശനം വേറിട്ട അനുഭവമായി. മറവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പഴയകാല കാർഷികോപകരണങ്ങളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് പുല്ലൂർപെരിയ പഞ്ചായത്തിലെ പൊള്ളക്കടയിലെ നാരായണനാചാരി. അരനൂറ്റാണ്ടുകാലമായി തച്ചുശാസ്ത്രരംഗത്ത് സജീവമായ നാരായണനാചാരി പഴയകാല കാർഷികോപകരണങ്ങളെ തന്റെ കരവിരുതിലൂടെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. പഴയകാലത്തിലെ വയൽക്കാഴ്ചകളെ ഉത്സവപ്പറമ്പിൽ പ്രദർശനത്തിലെത്തിക്കാനാണ് നാരായണനാചാര്യയുടെ പരിശ്രമം. പുല്ലൂർ ആൽത്തറക്കാൽ മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട ഉത്സവത്തോടനുബന്ധിച്ചാണ് ആദ്യ പ്രദർശനം നടന്നത്. കാർഷിക മേഖലയിൽ ജലസേചനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ഏത്താങ്കൊട്ടയും ഉവ്വേണിയുമെല്ലാം പ്രദർശനത്തിൽ ഇടം പിടിക്കുകയുണ്ടായി. മണ്ണിൽ അധ്വാനിക്കുന്ന മനുഷ്യരുടെ വിയർപ്പിനോടൊപ്പം ചേർന്നിരുന്ന കാർഷികോപകരണങ്ങളെല്ലാം പൂർണ്ണതയോടെ പ്രദർശനത്തിൽ ഇടം നേടിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ
മേഖലയിൽ യന്ത്രങ്ങളെത്തും മുമ്പ് വയലുകളെ കാർഷിക സമൃദ്ധമാക്കാൻ സഹായിച്ചിരുന്ന ഉപകരണങ്ങളെല്ലാം പഴമ 2017 ഇടം പിടിച്ചിട്ടുണ്ട്. പിതാവ് ഗോവിന്ദൻ വെളിച്ചപ്പാടിനോടൊപ്പം കാർഷിക മേഖലയിൽ ഇറങ്ങിയതിന്റെ ഓർമ്മകളിൽ നിന്നാണ് കാർഷികോപകരണങ്ങൾ പുനഃസൃഷ്ടിക്കാൻ നാരായണൻ ആചാര്യക്ക് പ്രേരണയായത്. കാർഷികോപകരണങ്ങളായ ഞേങ്ങോൽ, നുകം, കോരിപ്പലക, വിത്തൂട്ടി തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പുല്ലൂർ, ആൽത്തറക്കാൽ, മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി 3 ദിവസങ്ങളിലായിട്ടാണ് പ്രദർശനം നടന്നത്. പ്രദർശനം കാണാൻ 100 കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. പഴയകാല ഗാർഹികോപകരണങ്ങളും പഴമ 2017 സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പുതുതലമുറയ്ക്ക് പഴയ കാർഷികോപകരണങ്ങൾ പരിചയപ്പെടുത്തലായിരുന്നു ലക്ഷ്യമെന്ന് നാരായണൻ ആചാരി പറഞ്ഞു. പഴയ വീട്ടിൻ്റെ പണിയെടുക്കുന്ന 40 കൊല്ലത്തോളം പണിയെടുക്കുന്നത്, വീട്ടിൻ്റെ പണിയെടുക്കുന്നുണ്ട്, വീട്ടിൻ്റെ കുറ്റി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇത് പണ്ടെല്ലാം ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനത്തെ ഏറ്റവും അങ്ങോട്ട് കണ്ടിട്ടില്ല, വലക്ക കണ്ടിട്ടില്ല, വെള്ളം കഴിഞ്ഞൊന്നും കണ്ടില്ല. അതുകൊണ്ട് അവർക്കെല്ലാം കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ പരിപാടി തുടങ്ങിയത്. ഇപ്പോൾ കുറേ സാധനമുണ്ട്. ഏത്തമുട്ടുണ്ട്, ഊവണിയുണ്ട്, പച്ചയുണ്ട്, വളക്ക, മരവക്ക, മറ്റവക്ക, പിന്നെ കോരിപ്പലക, വിത്തുകുട്ടി, വടക്ക കോരി, ഞേങ്ങോല്, മരി, കുഞ്ഞിനെ കുളിക്കുന്ന വാളമരി അറിയുന്നുണ്ട്. വാളമരി, കടങ്ങഴി, ചെറുനാഴി. പഴമ പ്രദർശനം സംഘടിപ്പിച്ച നാരായണൻ ആചാര്യയെ ഉത്സവാഘോഷ കമ്മിറ്റി ആദരിച്ചു. പുല്ലൂർ ഗവൺമെന്റ് പി സ്കൂളിലെ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ എ കുഞ്ഞമ്പു മാസ്റ്റർ നാരായണൻ ആചാര്യയെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയുണ്ടായി. തച്ചുശാസ്ത്രരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച നാരായണൻ ആചാരി നിലവിൽ 1000-ലേറെ വീടുകൾക്ക് കണക്കൊപ്പിച്ചു നൽകിയിട്ടുണ്ട്. വേഗതയുടെ യാന്ത്രിക യുഗത്തിൽ നാം അറിയാതെ മറന്നുപോയ കാർഷിക സംസ്കൃതിയെ വീണ്ടെടുക്കാനുള്ള പരിശ്രമം കൂടിയാണ് പഴമ പ്രദർശനം. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ഓൾ കേരള ഇൻകം ടാക്സ് ആൻഡ് സെയിൽസ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനം നടന്നു. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബ് ഹാളിലാണ് സമ്മേളനം നടന്നത്. സംസ്ഥാന ഖജനാവിലേക്കുള്ള പണത്തിന്റെ ചോർച്ചയില്ലാതാക്കാൻ ടാക്സ് പ്രാക്ടീഷണർമാർ ശ്രദ്ധ പുലർത്തണമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഓൾ കേരള ഇൻകം ടാക്സ് സെയിൽസ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ 15ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ വരുമാന വർധനവിനെ പ്രോത്സാഹിപ്പിക്കാൻ ടാക്സ് പ്രാക്ടീഷണർമാർ ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് ഷരീഫ്, സംസ്ഥാന കമ്മിറ്റി ട്രഷറർ ശ്രീ മനോജ് കുമാർ. സെയിൽ ടാക്സിന്റെ കാര്യത്തിലായാൽ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന നിധിയാണ്. ഇൻകം ടാക്സിന്റെ കാര്യത്തിലായാൽ അവരുടെ വ്യവസായമായാലോ വ്യാപാരമായാലോ ജനങ്ങളുമായി ബന്ധപ്പെട്ട്, സമൂഹവുമായി ബന്ധപ്പെട്ട്, വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട്, വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ നിന്ന് ആർജിക്കുന്ന സമ്പത്ത് തന്നെയാണ്. അങ്ങനെ ആർജിക്കുന്ന സമ്പത്ത്, ആ ആർജിക്കുന്ന സമ്പത്ത് പൂർണ്ണമായ അർത്ഥത്തിൽ സർക്കാർ ഖജാനാവിലേക്ക് എത്തിക്കുക എന്നതിലാണ് പ്രധാനമായും ടാക്സ് പ്രാക്ടീഷണേഴ്സിൻ്റെ ചുമതല എന്നാണ് ഞാൻ കരുതുന്നത്. ഗവൺമെൻറ് അംഗീകാരമുള്ള, ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംവിധാനം എന്ന നിലയിൽ, അല്ലെങ്കിൽ അംഗീകൃത സംവിധാനം എന്ന നിലയിൽ അത് ഈ ഗവൺമെന്റിലേക്ക് വരേണ്ട ധനസമാഹരണത്തിന് എല്ലാ അർത്ഥത്തിലും ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നത് യാതൊരു കാരണവശാലും സർക്കാരിൽ എത്താതിരിക്കാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ടാകും. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ കെ കുഞ്ഞിരാമൻ MLA മുഖ്യാതിഥിയായി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KD തോമസ് അധ്യക്ഷനായി. വാണിജ്യ നികുതി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ ബാലകൃഷ്ണൻ, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സദാനന്ദൻ, KGOA ജില്ലാ ട്രഷറർ AV പ്രഭാകരൻ, KGOU ജില്ലാ ജോയിന്റ് സെക്രട്ടറി നാരായണൻ നമ്പ്യാർ കൊളത്തൂർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി മകേഷ് തയ്യൂർ, സംഘാടക സമിതി ഭാരവാഹികളായ M മനോജ് കുമാർ, A സുരേന്ദ്രൻ നായർ, KV സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഭരിക്കുന്നവർ തന്നെ ഭരണലംഘനം നടത്തുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ UDF നടത്തുന്ന ഉത്തരമേഖലാ ജാഥയ്ക്ക് കാസർഗോഡ് തുടക്കമായി. യുവമോർച്ച ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. സംസ്ഥാനത്ത് സ്തംഭിച്ച റേഷൻ വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യം. കലയുടെ മാമാങ്കത്തിന് ഫെബ്രുവരി 15-ന് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കമാകും. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന പാൽവില വർധനവിൽ പ്രതിഷേധം. മഹിളാ മോർച്ച പ്രവർത്തകർ കാസർഗോഡ് ടൗണിൽ കട്ടൻ ചായ വിതരണം ചെയ്ത് പ്രതിഷേധ സമരം നടത്തി. ദേശീയ രംഗത്ത് ഇന്ത്യയുടെ അന്തസ്സുയർത്തിയ നയതന്ത്രജ്ഞനെയാണ് മരണത്തിലും മോദി സർക്കാർ അപമാനിച്ചതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇ അഹമ്മദും ഷംനാടും അത്യുത്തര കേരളത്തിന്റെ തീരാ നഷ്ടമാണെന്ന് ചെർക്കളം അബ്ദുള്ള.
മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിൽ യോഗത്തിന്റെ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.